എനിക്ക് ബഷീറിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുണ്ടല്ലോ, എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, ഇതല്ല ഏതെങ്കിലും ഒരു പുസ്തകം മോശമാണെന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അനുരാഗത്തിന്റെ ദിനങ്ങളാണ്. അനുരാഗത്തിന്റെ ദിനങ്ങൾ ഈ ബഷീറിന്റെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പം ചേർത്ത് പറയുന്ന ഒരു പുസ്തകമല്ല അനുരാഗത്തിന്റെ ദിനങ്ങൾ. എപ്പോഴും പറയുന്ന ഒരു പേരല്ല അനുരാഗത്തിന്റെ ദിനങ്ങൾ. ബാക്കിയെല്ലാം എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നും ബാക്കിയെല്ലാം പറയപ്പെടുമ്പോഴും അനുരാഗത്തിന്റെ ദിനങ്ങൾ അധികം പറയുന്ന ഞാൻ കേൾക്കാത്തോണ്ടാണോ എന്നറിയില്ല. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അനുരാഗത്തിന്റെ ദിനങ്ങള് രാഹുൽ പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ ലഡ് പൊട്ടി. കാരണം എന്താണെന്നറിയാമോ, അതിലെ പല സീനുകളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവളുടെ കണ്ണട ഇങ്ങനെ എടുത്തു മാറ്റുന്ന സീനുണ്ട്. വാവ്. പിന്നെ ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയും അനുരാഗത്തിന്റെ ദിനങ്ങളിൽ ഇവർ തമ്മിലുള്ളൊരു കത്ത് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ കൂടുതലായിട്ടുള്ളത്. ആ കമ്മ്യൂണിക്കേഷനകത്തൂടെ എത്ര പുസ്തകങ്ങളുടെ റെഫറൻസ് ആണുള്ളത്. ബഷീർ എനിക്ക് തോന്നുന്നു ഒന്ന് ബഷീറിന്റെ ആത്മകഥാംശപരമായിട്ടുള്ള പുസ്തകമായിട്ടാണത് പറയപ്പെടുന്നത്. അതിന്റെ ആധികാരികത എനിക്ക് അറിയില്ല. എന്തായാലും ബഷീർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെല്ലാം അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ അനുരാഗത്തിന്റെ ദിനങ്ങൾ ഒരു ലൈബ്രറി കാറ്റലോഗായിട്ട് ഉൾപ്പെടുത്തേണ്ടുന്ന പുസ്തകമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. അപ്പം അങ്ങനെ ബഷീറിനെ ഇഷ്ടം ഇതുകൊണ്ടാണ്. പച്ചയായ എഴുത്ത്, പച്ചയായ ജീവിതം, നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടണ്ട, നമ്മളെ സ്ട്രെയിൻ എടുപ്പിക്കില്ല വായിക്കുമ്പോൾ. ഞാനൊരു സാധാരണ വായനക്കാരനാണ്, അപ്പം അതുകൊണ്ട് എനിക്കൊട്ടും സ്ട്രെയിൻ ഇല്ലാതെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ബഷീറിന്റെ എന്നുള്ളൊരു പ്രത്യേകത. ഈ ഇടയ്ക്ക് കാരശ്ശേരി മാഷിനെ കണ്ടിരുന്നു. കാരശ്ശേരി മാഷോട് പറഞ്ഞു, കാരശ്ശേരി മാഷും ബഷീറും തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പം കാരശ്ശേരി മാഷും ബഷീറും തമ്മിലുള്ള സംഭാഷണങ്ങളും ഇടപെടലുകളും എല്ലാം അദ്ദേഹം മനോഹരമായൊരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കോഴിക്കോട് വെച്ചിട്ട് MTയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു, കാരശ്ശേരി മാഷെ കണ്ടിരുന്നു. കുറച്ചാളായി കണ്ടിട്ട്. അദ്ദേഹം യാത്രയൊക്കെ കുറച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മാഷെ കണ്ടപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ ഞാനിങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ആ പുസ്തകം വായിച്ചു, അസാധ്യമായ പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഈ കാരശ്ശേരി മാഷും ബഷീറും തമ്മിൽ നല്ല അടുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ബഷീർ അങ്ങനെ ഈ എന്താ പറയുക, ബഷീറിന് വലിയ ഫോർമാലിറ്റികളില്ല എന്നാണ് കാരശ്ശേരി മാഷ്. നമുക്ക് നേരിട്ടുള്ള അറിവില്ലല്ലോ ബഷീറിന്. അപ്പം കാരശ്ശേരി മാഷ് പറയുന്ന ഫോർമാലിറ്റികളില്ല. അപ്പം ഇങ്ങനെ സാധാരണ ബഷീറിന്റെ തലത്തിലുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു ആർഭാടങ്ങളും ഫോർമാലിറ്റികളും ഇല്ലാത്ത ഒരു ജീവിതമാണ്. എപ്പോഴും ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ ഒരു ചാരു കസേരയിൽ ഷർട്ടും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു ഇരിപ്പാണ് ഇരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം ചെല്ലുന്ന ഏതൊരാളോടും ചായ വേണോ എന്ന് ചോദിക്കുന്ന ഒരു ബഷീർ. അപ്പൊ കാരശ്ശേരി മാഷിന്റെ വീട്ടിൽ ബഷീർ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ബഷീറിനെ കാരശ്ശേരി മാഷ് ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നതും ഈ പോകുന്ന വഴിക്ക് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു കൊട്ടേഷൻ കൂടെ പിടിക്കും, ഒരു ചെറിയ പരിപാടി കൂടെ അടുത്ത് പിടിക്കും. അപ്പോൾ അടുത്ത് വേറൊരു പരിപാടിക്ക് ക്ഷണിച്ചതും അതിനോടുള്ള ബഷീറിൻ്റെ പ്രസംഗമൊക്കെ കൂടെ ആയിട്ട് ഭയങ്കര രസമായിട്ട് എഴുതിയേക്കുന്ന ഒരു പുസ്തകം. അതിനകത്ത് കുറച്ചും കൂടെ നന്നായിട്ട് ബഷീറിനെ വ്യക്തിപരമായി അറിയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഇതുണ്ട്. അതുപോലെ ഈ മനുഷ്യന്റെ ഭാഷ നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് ലാളിത്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതിനകത്ത് സാഹിത്യം എന്ന് പറയുന്നത് ഇത് ഒളിഞ്ഞു കിടക്കുന്ന സാഹിത്യമാണ്. അതായത് സാഹിത്യം എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാത്ത മനുഷ്യനാണ്. ഭാഷാപരമായ ബഷീറിന്റെ പ്രയോഗങ്ങൾ അത് ഭയങ്കര രസമായിട്ട് നമ്മൾ എല്ലാവരും പറയുന്നത്. ഇപ്പൊ ആകാശമിട്ടായി നമ്മൾ ഒരിക്കലും മറക്കാത്ത വാക്കായിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. അതിന്റെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നതും ഭയങ്കര രസമാണ്. നമുക്ക് ആവർത്തിച്ച് ഈ കഥ പറയാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ മറ്റെഴുത്തുകാരുമായിട്ട് മാറ്റൊരിച്ച് വരില്ലേ, അപ്പോഴാണ് ബഷീർ കൂടുതൽ തെളിഞ്ഞു വരുന്നത്. സാഹിത്യം എഴുതാൻ വേണ്ടി സാഹിത്യ വർണ്ണന ബഷീറിൽ ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത്യാവശ്യം സാഹിത്യകാരന്മാരാകേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഈ സാഹിത്യം എന്ന് പറയുന്നത് എന്തോ പിന്നെ അന്യഗ്രഹമായിട്ടുള്ളൊരു സാധനം അല്ലല്ലോ, നമുക്കിടയിൽ തന്നെ ഉള്ളതാണല്ലോ സാഹിത്യം. ഒരു പ്രണയലേഖനം എഴുതണമെന്ന് വിചാരിച്ചു, നമുക്ക് കഴിയുന്ന ഏറ്റവും വൈകാരികതയിലും ഏറ്റവും തീവ്രമായും ഏറ്റവും ചമത്കാര ഭംഗിയോടും കൂടിയിട്ടല്ലേ നമ്മൾ പ്രേമലേഖനം എഴുതുക. അതല്ലാതെ നമ്മൾ വളരെ കാഷ്വലായിട്ടല്ലല്ലോ. ഇപ്പോഴത്തെ കാലം എനിക്കറിയില്ല, ഇപ്പൊ പ്രേമലേഖനം എഴുതുന്ന ഒരു കാലത്ത് നമ്മൾ അതിനെ ഭയങ്കരമായി നമുക്കറിയാവുന്ന ഏറ്റവും മനോഹരമായ ഭാഷയിലും നമുക്ക് ഇപ്പം നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ടല്ലോ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ. ഈ പ്രേമലേഖനം എഴുതുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് നമ്മളൊരു കത്തിലൂടെ നമ്മൾ ആളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കണല്ലോ, ഇടം മൈൻഡിനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ നമ്മൾ. അപ്പൊ അത് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി പോകട്ടെ, നമുക്കൊരു വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ ആ മരണത്തെ വേറൊരാളോട് വിവരിക്കുന്നത് എങ്ങനെയാണ്? വളരെ പ്ലെയിൻ ആയിട്ടാണോ? അയാൾ മരിച്ചുപോയി എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ വാക്കുകൾ എത്ര തീവ്രമായിരിക്കും, എത്ര ഇൻറ്റൻസ്ഡ് ആയിരിക്കും ആ ഫീലിങ്ങുകൾ. അപ്പൊ ബഷീറിന്റെ പ്രത്യേകത ഇതാണ്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഭാഷയുണ്ടല്ലോ നമുക്കൊക്കെ, അത് നമുക്ക് എപ്പോഴും വരില്ല. ഇപ്പം ഈ ഒരു പ്രേമലേഖനം എഴുതുമ്പോഴല്ലാതെ നമുക്ക് ആ പ്രണയത്തിന്റെ ഭാഷ വരണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരാളുടെ മരണത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ലവ് ലോസ്റ്റിന്റെ ഫീലിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിരഹം ഉണ്ടല്ലോ,
ആ വിരഹത്തിൻ്റെതായ സമയത്ത് നമുക്ക് വരുന്ന ഭാഷ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വരണം എന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ്. ആ വികാരങ്ങളെല്ലാം അതേ തീവ്രതയിൽ തന്നെ ബഷീറിന് അതാത് ഘട്ടങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് മുഴച്ചു നിൽക്കാതെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ പോകാനായിട്ട് പറ്റുന്നു. പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഇഷ്ടപ്പെട്ട കുറേ സിനിമകളിൽ ഒരു സിനിമ തൂവാനത്തുമ്പികളാണ്. തൂവാനത്തുമ്പികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രാഹുലിന് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലാരയെ കുറിച്ച് ഏറ്റവും കൂടുതൽ വർണ്ണിക്കുമ്പോഴും ഞാൻ ജയകൃഷ്ണന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയിട്ടുണ്ട്. ജയകൃഷ്ണൻ അയാളോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞതാണ്. കല്യാണത്തെ സംബന്ധിച്ചിട്ടുള്ള അവളുടെ ഒരു ആശങ്ക ഉണ്ടാവാം, പിന്നെ കുറച്ച് സ്വാതന്ത്ര്യമോഹം ഉണ്ടാവാം. പക്ഷെ അപ്പോഴും ജയകൃഷ്ണൻ വെയിറ്റ് ചെയ്തു. അവസാനം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും അവൾ പോയിട്ട് ഒരു കല്യാണം കഴിച്ചു എന്നുള്ളത് എനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അവൾ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജയകൃഷ്ണനെ പോലെ ഒരു മുത്തിനെ കിട്ടിയിട്ട് കല്യാണം കഴിക്കാത്ത ആള് പിന്നെ പോയി കല്യാണം കഴിച്ചത് മോശമായിപ്പോ എന്ന അഭിപ്രായമുണ്ട്. ഇതെന്റെ അഭിപ്രായമാണ്. അതിന്റെ തൂവാനത്തുമ്പികളിൽ ഒരുപാട് പെർസ്പെക്റ്റീവ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും സെലിബ്രേറ്റഡ് പെർസ്പെക്റ്റീവ് ആണ് ക്ലാരയുടെ പെർസ്പെക്റ്റീവ്. വേറൊരു കഥാപാത്രം ഉണ്ട് അവിടെ. ഇപ്പം ജയകൃഷ്ണനും ക്ലാരയിലൂടെയും പോകുമ്പോ തന്നെ അവിടെ രാധയുടെ, പാർവതിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട്. അതായത് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണന്റെ എല്ലാ തരത്തിലുമുള്ള ജീവിതങ്ങളെ പറ്റി നന്നായി ബോധ്യമുള്ള ഒരാളാണ് രാധ. എല്ലാ തരത്തിലുള്ള ജീവിതം, അയാളുടെ സോക്കോൾഡ് ദുർനടപ്പുകളെല്ലാം അറിയുന്ന ഒരാളാണ് രാധ. എന്നിട്ടും രാധ വളരെ തീവ്രമായിട്ട് തന്നെയാണല്ലോ രാധയുടെ ആംഗിളിൽ ജയകൃഷ്ണനോടുള്ള സ്നേഹം. കാരണം ഇതെല്ലാം അറിയാം. രാധ ജയകൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് അവർക്കൊരു വിട്ടുവീഴ്ചയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സീനിൽ നമ്മൾ യാത്ര ചെയ്യുക ഒന്നെങ്കിൽ ക്ലാരയിലൂടെ അല്ലെങ്കിൽ ജയകൃഷ്ണനിലൂടെയാണല്ലോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിന്നെ ക്ലാരയും ജയകൃഷ്ണനും ഒന്നിക്കണം എന്നാണ്. പക്ഷെ അവിടെ ദൂരെ നിന്ന് നോക്കുന്ന ഒരു രാധയുണ്ട്. ഇവരെ ഒന്നിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് ആ കാഴ്ച കാണുമ്പം ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു രാധയുടെ കഥാപാത്രമുണ്ട്. അപ്പൊ അത് തൂവാനത്തുമ്പികൾ ഭയങ്കര കോംപ്ലക്സിറ്റിയുടെ ഒരു സിനിമയാണ്. അതുപോലെ തൂവാനത്തുമ്പികൾ പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാധാമാധവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് മോശമായെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു കോമൺ സിനിമ തൂവാനത്തുമ്പികളാകുമ്പോൾ രാധാമാധവ് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാധാമാധവത്തിനകത്ത് ഒന്ന് ഈ അച്ഛനും മകനും വളരെ അടുപ്പമുള്ള ഭയങ്കര സൗഹൃദമുള്ള രണ്ടുപേര്. മകനും എന്ന് വെച്ചാൽ വളർത്തുമകനാണല്ലോ, മകനും കാമുകിയും തമ്മിൽ വളരെ വളരെ വലിയ ബന്ധമുണ്ടാകുന്നു. ഈ അച്ഛനും രണ്ടാം ഭാര്യയും തമ്മിൽ, തിലകനും ഗീതയും തമ്മിൽ വളരെ സ്നേഹബന്ധം, തിലകനും ജയറാമും തമ്മിൽ നല്ല ബന്ധം. അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴും ഈ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ ഗീതയും ജയറാമിന്റെ കഥാപാത്രവും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉണ്ടാകുന്നുണ്ട്. ഒരു അങ്ങേയറ്റം ഒരു മാതൃപുത്ര സ്നേഹമാണ് അവർക്കിടയിൽ രൂപപ്പെടുന്നത്.